ലഹരി വിൽപ്പനക്കാരെ കുടുക്കാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരാൻ പോലീസ്. സംസ്ഥാന അതിർത്തികളിലും ട്രെയിനുകളിലും പരിശോധന നടത്തും. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണത്തിനും സംവിധാനമൊരുക്കും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ തന്നെയാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. അതിൽ ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ ലഹരി ഉപയോഗം വലിയ രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരാൻ പദ്ധതിയിടുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് ഇത് ആരംഭിച്ചെങ്കിലും ഒന്ന് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സ്കൂൾ കുട്ടികളടക്കം ഇതിൽ പ്രതികളാവുന്നുണ്ട്. പല ഈ അക്രമ സംഭവങ്ങൾ, ക്രൈമുകൾ നടക്കുമ്പോൾ അതിലും പ്രതികളായവരൊക്കെ ഈ ലഹരിക്ക് അടിമകളാണ് എന്നുള്ളൊരു വാർത്തയുടെ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, ഈ സ്കൂൾ തലത്തിൽ നടത്തുന്ന DJ പാർട്ടികളിലടക്കം ലഹരിയുടെ ഉപയോഗം കാണുന്നുണ്ട്. എന്തായാലും ഡി ഹണ്ട് പുനരാരംഭിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും സംവിധാനവും ഒരുക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്? പ്രജിത്ത്, കഴിഞ്ഞ 22-ാം തീയതി മുതൽ നടന്നു വരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2854 പേർ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് ഈ പരിശോധന വീണ്ടും വ്യാപിപ്പിക്കാൻ സംസ്ഥാന പോലീസിന്റെ ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലേക്ക് കൂടി ഈ പരിശോധന വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിർത്തി ചെക്ക് പോസ്റ്റുകളടക്കം കടന്നുവരുന്ന വാഹനങ്ങളും ആളുകളെയും ഒക്കെ പോലീസ് കൃത്യമായി പരിശോധിക്കും. അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളടക്കമുള്ള വാഹനങ്ങളിൽ കൃത്യമായ പരിശോധന നടത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകളിൽ പരിശോധനയുണ്ടാകും. ഇതിനായി റെയിൽവേ പോലീസുമായി സഹകരിച്ച പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ടാസ്ക് ഫോഴ്സിന്റെ മുമ്പിലുള്ള കടമ്പ എന്നുള്ളത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലുമെല്ലാം RPFന്റെ സഹായത്തോടെയും റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയുമുള്ള പരിശോധനകൾ ഉണ്ടാകും. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ തന്നെ ലഹരി മരുന്ന് കച്ചവടത്തിലും ഈ പറയുന്ന രീതിയിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന ആളുകളെ എല്ലാം നിരീക്ഷണത്തിലാക്കാനുള്ള തീരുമാനമുണ്ട്. തുടർച്ചയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളുകളെ നിരീക്ഷണത്തിൽ വെച്ച് അവർ ഈ രീതിയിൽ മയക്കുമരുന്നുകളും കഞ്ചാവും ഒക്കെ വിൽപ്പന നടത്തുന്ന സമയത്ത് അവരെ പിടികൂടുക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു ആക്ഷൻ പ്ലാൻ. അതോടൊപ്പം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക നിരീക്ഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലൂടെ ലഹരി വസ്തുക്കൾ വിൽക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനൊപ്പം ഷാഡോ പോലീസിനെ അടക്കം വിന്യസിച്ചുകൊണ്ട് നിരീക്ഷണവും ഈ മേഖലകളിൽ ശക്തമാക്കും. ഈ നേരത്തെ തന്നെ ഇത്തരം മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെട്ടവർ, ലഹരി മരുന്ന് കച്ചവടത്തിന്റെ ഒരു ഹിസ്റ്ററിയുള്ള ആളുകൾ, അതോടൊപ്പം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളൊക്കെ സ്കൂളുകൾക്ക് പരിസരത്ത് തമ്പടിക്കുന്നതും അതോടൊപ്പം സ്കൂൾ കുട്ടികളുമായി ഇടപഴകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇതറിയിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം അപരിചിതരായ ആളുകൾ സ്കൂൾ പരിസരങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതും പോലീസിനെ അറിയിക്കാനുള്ള നിർദ്ദേശം അത് കൃത്യമായി താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ സമഗ്ര തലത്തിൽ ഒരു പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാന പോലീസിന്റെ ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് എന്നുള്ളത്. ഒപ്പം ഈ വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഈ സ്കൂളുകളുടെ സമീപത്തൊക്കെ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ എത്തുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ലഹരി വസ്തുക്കൾ വാങ്ങുന്നു എന്നുള്ളത് പരിശോധിക്കാനായി ഈ ഡ്രോൺ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പദ്ധതിയിലേക്ക് പോയിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി, കൂടുതൽ ശക്തി നൽകി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. നേരത്തെ കോഴിക്കോട് നഗരത്തിലടക്കം ഇത്തരം സ്കൂളുകൾ കേന്ദ്രീകരിച്ച ഡ്രോൺ പരിശോധനയ്ക്ക് സംസ്ഥാന പോലീസും ഡാൻസാഫും ഒക്കെ തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ അത്തരം രീതികൾ കൂടുതലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ഇപ്പം ഈ കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള ജില്ലകളിലെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച്, ഗ്രാമമേഖലകൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ ഒഴുകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടിന്റെ ആണെങ്കിൽ താമരശ്ശേരി ഭാഗത്തൊക്കെ കൂടുതൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആവർത്തിച്ച് വരുന്നു. ലഹരി കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ലഹരി മരുന്ന് എത്തിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കിടയിൽ ലഹരി മരുന്ന് ഉപയോഗം ഒരു പ്രവണതയായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പരിശോധനകളിലേക്ക് ഡി ഹണ്ട് പോലെ സംവിധാനത്തിലേക്ക് ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് കടന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ പുറത്തുവന്ന കണക്കുകൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഏതാണ്ട് 2762 കേസുകളിലായി 1.3 കിലോ MDMA, 153 കിലോയോളം കഞ്ചാവ്, 18 ഗ്രാം ഹാഷിഷ് ഓയിൽ, ബ്രൗൺ ഷുഗർ, ഹെറോയിൻ, ലഹരി വസ്തുക്കളായി ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകൾ എന്നിവ കണ്ടെത്തുന്നു. 2854 ലഹരി മരുന്ന് കച്ചവടക്കാർ അറസ്റ്റിലാക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ആളുകൾ ലഹരി വിറ്റിരുന്നപ്പോൾ എത്രയധികം കുട്ടികളിലേക്ക് ഈ ലഹരി മരുന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സാഹചര്യം. ഒപ്പം കേരളത്തിൽ
വിവിധ ഭാഗങ്ങളിൽ ഡി ഹണ്ട് പോലുള്ള പരിശോധനകൾ അത് തുടരേണ്ട ആവശ്യവും ഈ കണക്കുകൾ തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ ഒഴുകുമ്പോഴും എക്സൈസും പോലീസും ഒക്കെ നിർവീര്യമായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതിന് ശേഷമാണ് കൂടുതൽ സംഭവങ്ങൾ, അക്രമ സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധനയ്ക്കും കണ്ണു തുറക്കാനും കേരള പോലീസ് തയ്യാറായത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. രോഹിണി.